എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയ ഓഡിയോ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് കേരളം ബംഗാളായി മാറുന്നു എന്ന വിഷയത്തിൽ ബിനൂസ് വാക്കോയാണ് സംസാരിക്കുന്നത്. ബിനുവിന്റെ പുതിയ വാക്കോ എന്ന ഓഡിയോ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിശദാംശങ്ങൾ ബിനു തന്നെ രേഖപ്പെടുത്തും. കേരളം ബംഗാളായി മാറുകയാണോ? ഒരു അന്വേഷണം. ബംഗാളികൾ കേരളത്തിലെ ഏറ്റവും വില കുറഞ്ഞ പണിയെടുക്കുന്നവർ എന്ന് പുതിയ തലമുറ പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ലോകത്തിലെ ഏറ്റവും മോശം ജനങ്ങളിൽ ഒരു വിഭാഗം ഇപ്പോഴും കേരളത്തിലുമുണ്ട്. ഭാരതത്തിൽ ജനിച്ച് ലോകത്തോളം വളർന്ന വിശ്വപൗരന്മാരിൽ മിക്കവരും പശ്ചിമ ബംഗാളിൽ ജനിച്ചവരായിരുന്നു. സ്വാമി വിവേകാനന്ദൻ, വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ്, ശ്രീരാമകൃഷ്ണ പരമഹംസ, ബങ്കിം ചാറ്റർജി എന്നിവർ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. സാംസ്കാരിക രംഗത്തും കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും വളരെയേറെ അതിപ്രശസ്തരെ സംഭാവന ചെയ്ത നാടാണ് ബംഗാൾ. കലയുടെയും സംസ്കാരത്തിൻ്റെയും കേദാരമായിരുന്നു ബംഗാൾ. ദേശസ്നേഹികളുടെയും വിപ്ലവകാരികളുടെയും പർദീസയായിരുന്നു ബംഗാൾ. നൂറ് സ്വാതന്ത്ര്യ സമര സേനാനികൾ രക്തസാക്ഷിത്വം വഹിച്ച ബംഗാൾ ലോകപ്രശസ്തരായ ശാസ്ത്രജ്ഞരെ നൽകിയതും ബംഗാൾ തന്നെ. ഇന്ന് ആ ബംഗാളിൻ്റെ ദയനീയ അവസ്ഥ വിവരണാതീതമാണ്. ലോകത്തിന് തന്നെ മാതൃകയാകേണ്ട കലാ, സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ, ശാസ്ത്രീയ രംഗത്ത് എത്രയോ ഉന്നതത്തിലെത്തേണ്ടിയിരുന്നു ബംഗാൾ. ഇന്ന് എവിടെ നിൽക്കുന്നു? ബംഗാളികൾ ഇന്ന് ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും തോട്ടിപ്പണിയും കൂലിപ്പണിയും മരം വെട്ടും വണ്ടിവലിയും പൊറോട്ടയടിയും പിന്നെ കഞ്ചാവ്, മയക്കുമരുന്ന് തുടങ്ങിയ പല വാണിഭങ്ങളും ചെയ്ത് മറ്റുള്ളവരുടെ ആട്ടും തുപ്പുമേറ്റ് പുഴുക്കളെ പോലെ ജീവിക്കുന്നു. ഇത്രയും വലിയ ശിക്ഷയനുഭവിക്കാൻ ബംഗാളികൾ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസം എന്ന വിദേശ തത്വശാസ്ത്ര സർപ്പത്തിനെ തേനും പാലും കൊടുത്തു വളർത്തി അവരെ ഭരണമേൽപ്പിച്ചു എന്ന് മാത്രം. അവർ ബംഗാളിൻ്റെ സംസ്കൃതിയെ നശിപ്പിച്ചു. സാഹിത്യത്തെ, കലയെ, വിദ്യാഭ്യാസത്തെ, ശാസ്ത്രത്തെ എന്നുവേണ്ട സാധാരണ ജനങ്ങളുടെ ചിന്തയെ, വിദ്യയെ എന്നിങ്ങനെ സർവ്വതും നശിപ്പിച്ചു. ഭാരതത്തിൻ്റെ ചരിത്രമോ സംസ്കാരമോ പഠിപ്പിച്ചില്ല. പകരം ഊതിപ്പെരുപ്പിച്ച മാർക്സിനെയും ഏംഗൽസിനെയും ലെനിനെയും സ്റ്റാലിനെയും കുറിച്ച് പഠിപ്പിച്ചു. മാർക്സിസവും കമ്മ്യൂണിസവും പഠിപ്പിച്ചു. പ്രാദേശിക ആഘോഷങ്ങൾ ആഘോഷിക്കാൻ അനുവദിക്കാതെ മെയ് ദിനത്തെയും റഷ്യൻ വിപ്ലവത്തെയും ആഘോഷമാക്കി. പ്രാദേശിക ആഘോഷങ്ങൾ ആഘോഷിക്കാൻ അനുവദിക്കാതെ മെയ് ദിനത്തെയും റഷ്യൻ വിപ്ലവത്തെയും ആഘോഷമാക്കി. അതുകൊണ്ട് എന്തു സംഭവിച്ചു? രാഷ്ട്രീയമായും സാംസ്കാരികമായും കലാപരമായും ശാസ്ത്രപരമായും വിദ്യാഭ്യാസപരമായും ലോകത്തിൽ തന്നെ മുന്നിലായിരുന്ന ജനത ഇന്ന് ഇതിലെല്ലാം വേരറ്റ് വട്ടപൂജ്യമായി മാറി. കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും ഡൽഹിയിലെയും ആളുകളുടെ വേല ചെയ്ത് ഉദരപൂരണം നടത്തുന്നു. ഇതിനു കാരണം 34 വർഷം തുടർച്ചയായി CPM എന്ന പാർട്ടി അവിടം ഭരിച്ചു എന്നുള്ളത് മാത്രമാണ്. ലോകം മുഴുവൻ 50-ലധികം രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒന്നാണ് കമ്മ്യൂണിസം. ഇന്ന് ലോകം മുഴുവൻ ഈ കമ്മ്യൂണിസത്തെ തള്ളിക്കളഞ്ഞു. ബംഗാളികൾക്ക് അവബോധമുണ്ടായപ്പോൾ അവർ ആ പാർട്ടിയെ പടിക്ക് പുറത്താക്കി. ബംഗാളികളുടെ മാതൃക ത്രിപുരയും കൈക്കൊണ്ടു. പക്ഷേ പ്രബുദ്ധരെന്ന് സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്ന മലയാളികളിലെ ഒരു പറ്റം മനുഷ്യർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവറ്റകൾക്ക് മനസ്സിലായി വരുമ്പോഴേക്കും ഇവിടം ബംഗാളിനേക്കാൾ കഷ്ടം പിടിച്ച അവസ്ഥയിലാകും. ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ മണ്ടൻ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് മലയാളികൾ മൊത്തമായിരിക്കും. ഇനിയും ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ സർവനാശം തന്നെ സംഭവിക്കും. പുതുതലമുറയെ നശിപ്പിക്കും വിധം കേരള സംസ്കാരങ്ങളെ നശിപ്പിക്കുന്ന ഇവരെ പിഴുതെറിഞ്ഞില്ലെങ്കിൽ കേരളത്തെ ഒന്നിനും കൊള്ളാത്ത ഇടമാക്കി മാറ്റും ഇവർ. ഇവിടത്തെ വിദ്യാഭ്യാസത്തെ SFI ഗുണ്ടകളുടെ കയ്യിലേൽപ്പിച്ച് അതിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തിയവരാണിവർ. സിദ്ധാർത്ഥനെ പോലെ എത്ര പാവം കുഞ്ഞുങ്ങളുടെ നിലവിളികൾ ഇനിയും നാം കേൾക്കേണ്ടി വരും. ജോലിയില്ലാതെ അലഞ്ഞ് യുവതലമുറ നാടുവിടുമ്പോൾ അവരുടെ ഗുണ്ടകളെ പിൻവാതിലിലൂടെ തിരികെ കയറ്റിയതിൻ്റെ അനന്തരഫലം പല രക്ഷാപ്രവർത്തനങ്ങളിലൂടെയും നാം കണ്ടു. പുതിയ തലമുറയ്ക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ ഇത്തരം അഴുക്കുകളെ തൂത്തുകളയുക തന്നെ വേണം.
നന്ദി ശ്രീ ബിനു സെബാസ്റ്റ്യൻ വാക്കോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയതാണ്. വളരെ മനോഹരമായി തന്നെ കേരളത്തിലെ ബംഗാളിലുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വിഷയാവതരണം മികച്ചതായിട്ടുണ്ട്. കേരളം ബംഗാളായി ഉയരുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇനിയും ഈ പോഡ്കാസ്റ്റിൻ്റെ രണ്ടാം ഭാഗവുമായി ബിനു വാക്കോ വീണ്ടും ഉണ്ടാകുന്നതാണ്.